പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 45 മുതൽ 56 വരെ. അക്കാലത്ത് മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ അവരിൽ ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ഫരിസേയരോട് പറഞ്ഞു. അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും ആലോചന സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു, നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയേറെ അധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ. അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും. അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയ്യഫാസ് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. അവനിത് സ്വമേധയാ പറഞ്ഞതല്ല, പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടിയും. അന്നു മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് യേശു പിന്നീട് ഒരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല. അവൻ പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രൈം പട്ടണത്തിൽ ശിഷ്യരോടൊത്ത് വസിച്ചു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹായ്ക്ക് മുമ്പേ ജെറുസലേമിൽ പോയി. അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അവൻ തിരുനാളിന് വരികയില്ലെന്നോ? കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ദിവ്യകാരുണ്യേശുവിൽ പ്രിയപ്പെട്ടവരെ, സ്തുതിയായിരിക്കട്ടെ. ഈ രാത്രി തപസ് കാലത്തിലെ 5-ാം ആഴ്ചയിലെ വെള്ളിയാഴ്ച 11-ാം തീയതി ഈശോ നമ്മളെല്ലാവരെയും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രവൃത്തികളെയും, കടന്നുപോയ എല്ലാ സാഹചര്യങ്ങളെയും, നാം ഈ രാത്രിയെയും പുതിയൊരു പ്രഭാതത്തെയും ഈശോയുടെ ചൂരിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ ആകാം. ഈ തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിച്ചു തുടങ്ങുമ്പോൾ ഒന്നോർത്ത് നോക്കിക്കേ. ഇവിടെ കാണുന്ന ഒരു സമ്മേളനം, സാൻഹെദ്രിൻ സംഘം ഈശോയെ വധിക്കാനുള്ള ആലോചന നടത്തുകയാണ്. ഈശോയെ ഇല്ലാതാക്കാനുള്ള ആലോചനയിലാണ്. അവിടെ നമ്മുടെയൊക്കെ ഹൃദയത്തെ എത്രമാത്രം ഈ കുരിശിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരണമെന്ന്, ഈശോയ്ക്കെതിരെ ചിന്തിക്കുന്നവരുടെ രീതിയിൽ നിന്ന്, ശൈലിയിൽ നിന്ന്, ചിന്തകളിൽ നിന്നൊക്കെ മാറി ഈശോയുടെ വഴിയിലേക്ക് കടന്നു വരുവാനായിട്ട് നമ്മളെല്ലാവരെയും കൂടുതൽ ഒരുക്കുന്ന ഒരു ദിവസം കൂടിയല്ലേ. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഒരഭിപ്രായം കടന്നു വരികയാണ്. ഒരഭിപ്രായം, അത് കയ്യപ്പാസാണ്. ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്നൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയ പ്രേരിതമായി, സംഘടനാ കൂടിയാലോചനയുടെ പരമായൊക്കെ പ്രധാന പുരോഹിതന്മാരെ മാറ്റുന്ന ഒരു സിന്ധി. അങ്ങനെ ഒരു ആചാരം യഹൂദരുടെ ഇടയിലില്ല. പ്രധാന പുരോഹിതൻ എന്നും പ്രധാന പുരോഹിതനായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയ കളികളുണ്ട്. ശരിക്കൊരു വിശ്വാസ സംഘടന മാത്രമല്ല, ആചാര രീതികൾ മാത്രമല്ല, പുറമേയുള്ള പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ സ്വാധീനങ്ങൾ ഇന്ന് അന്നും ഒക്കെ, ഇന്ന് നമ്മുടെ ഈ നിമിഷത്തിൽ നമ്മളുടെ കൂടെ ആയിരിക്കുക. അതേ അവസ്ഥ തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഈശോയ്ക്കെതിരെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനസ്സും ഹൃദയവും ജീവിതശൈലിയുമായിട്ടാണോ ഈ രാത്രി നമ്മൾ തമ്പുരാൻ്റെ കൂടെ ആയിരിക്കുക?
ഇവിടെ ഒരു പ്രവചനം സംഭവിച്ചു എന്നാണ് 51-ാം തിരുവചനം പറയുക. അത് സുവിശേഷകൻ രേഖപ്പെടുത്തിയതാണ്. രാഷ്ട്രീയപ്രേരിതമായിട്ടുള്ള ഈശോയ്ക്കെതിരെയായിട്ടുള്ള ഒരു കാര്യത്തെ അതൊരു പ്രവചനമാക്കി സുവിശേഷകൻ മാറ്റുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പല രീതിയിലുള്ള സ്വാധീനങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയും സംഘടനാ ബലങ്ങളുടെയൊക്കെ പേരിൽ പല രീതിയിലുള്ള സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും അടിച്ചമർത്തലുകളും ഇല്ലാതാക്കലുകളുമൊക്കെ കടന്നു വരുമ്പോൾ ഈശോ അഭിമുഖീകരിച്ച അതേ അവസ്ഥയിലാണ്. അത് രക്ഷാകരമായ ഒരു പ്രവചനമാക്കി മാറ്റാൻ ഉള്ള ഒരു കൃപ കൂടി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ അവസ്ഥകളും രക്ഷാകര കർമ്മത്തിൻ്റെ ഒരു പ്രവചനമാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ആകുലതകൾ ഒരു ആത്മഹത്യയിലേക്കും ഒരു തകർച്ചയിലേക്കും ഒരു കൊലപാതകത്തിലേക്കും ഒരു കലഹത്തിലേക്കും വിള്ളലുകളിലേക്കും അല്ല പോകേണ്ടത്. മറിച്ച് ഈശോയെപ്പോലെ ദൈവത്തിൻ്റെ ഹിതത്തിന് തന്നെ വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരാൻ. ഇത് മോറിയ മലയിലേക്ക് എറിഞ്ഞു കൊടുക്കപ്പെട്ട കുഞ്ഞാണ്. ഈ പ്രവചനം പറഞ്ഞു വെക്കുന്നതും അങ്ങനെയാണ്. ഇവൻ മരിക്കട്ടെ, നിന്നെ രക്ഷിക്കാൻ, നിന്റെ പാപങ്ങളിൽ നിന്ന് മോചിക്കാൻ ഈശോ ഈ പാടുവീടുകൾ സഹിക്കുകയാണ്. നമ്മളും ചിലപ്പോൾ ഒരു മോറിയ മലയിലേക്ക് എറിഞ്ഞു കൊടുക്കപ്പെട്ട കുഞ്ഞാടായി മാറിയേക്കാം. നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ ദൈവമഹത്വത്തിന് വേണ്ടി നമുക്ക് വിട്ടുകൊടുക്കാം. ഈ തപസ് കാലത്തിൽ നമ്മുടെ ജീവിതത്തെ ഈശോയിലേക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കുമ്പോൾ, ഈ കുരിശിൻ്റെ വഴിയിൽ നിന്ന് ക്രൂശിതനോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കും ഈ ചിന്തകളും ഈ ധ്യാനവും കൂടെ ഉണ്ടാകട്ടെ. സങ്കീർത്തനം 31:5 സഭയുടെ പ്രാർത്ഥനയോടൊപ്പം ഈശോയിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വെക്കാം. ഇൻ യുവർ ഹാൻഡ്സ് ലോർഡ് ഐ കമൻഡ് മൈ സ്പിരിറ്റ്. കർത്താവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ, എൻ്റെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളെ, ആവശ്യങ്ങളെയും ഒക്കെ, ഈ ലോകം മുഴുവൻ്റെയും എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവേ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു, ഞങ്ങളെ രക്ഷിച്ചു. ആമേൻ. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വീണ്ടും അടുത്ത ദിവസം നമ്മൾ കണ്ടുമുട്ടുന്നതുവരെ നല്ലൊരു രാത്രിയും സുഖനിദ്രയും പുതിയ സുന്ദരമായ അനുഗ്രഹത്തിൻ്റെ പുലരിയും നിങ്ങൾക്കെല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ ആശംസിക്കുന്നു. The Lord grant us a quiet night and a perfect end. Amen. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.